ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. നമുക്കേവർക്കും പ്രിയങ്കരിയായ ഡെയ്സി ചേച്ചി, മേബിൾ, സിസ്റ്റർ മരിയല്ല ഇന്ന് കന്യാസ്ത്രീയായതിന്റെ 50ാം വാർഷികം ജൂബിലി, ഗോൾഡൻ ജൂബിലി കൊണ്ടാടുകയാണ്. ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം ഈ ധന്യമുഹൂർത്തത്തിൽ നമുക്കും ആഹ്ലാദിക്കാം. ഡെയ്സി ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കൂടുതൽ വർഷം ഡെയ്സി ചേച്ചിയോടൊത്ത് ജീവിച്ച അപ്പച്ചനും അമ്മച്ചിയും ഇന്ന് ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചു എന്ന് പറയാവുന്നത് ഷേളി ചേച്ചിയാണ്. പക്ഷേ ഷേളി ചേച്ചിയെയും കവച്ചു വെച്ചുകൊണ്ട് ഷേളി ചേച്ചിയുടെ തൊട്ടു താഴെയുള്ള ഞാൻ കൂടുതൽ കാലം ഡെയ്സി ചേച്ചിയുമായി ചെലവഴിച്ചിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ്. കാരണം ഷേളി ചേച്ചിയുടെ 10ാം വയസ്സിലോ 11ാം വയസ്സിലോ വരെ മാത്രമേ ഡെയ്സി ചേച്ചിയുമായുള്ള ജീവിതം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എങ്കിലും അതിന്റെ അർത്ഥം 15ാം വയസ്സിൽ ഡെയ്സി ചേച്ചി, സിസ്റ്റർ മരിയല്ല, ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് മഠത്തിലേക്കുള്ള ജീവിതത്തിലേക്ക്, സന്യസ്ത ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ അവരുടെയൊക്കെ പ്രായം അതാണ്. ഡെയ്സി ചേച്ചിയുടെ പ്രായമെന്ന് 15 വയസ്സ്, ഷേളി ചേച്ചിയുടെ പ്രായമെന്ന് 11 വയസ്സ്, എന്റെ പ്രായം 5 വയസ്സ്, ജോഷിയുടെ പ്രായം 2 വയസ്സ്. സ്വാഭാവികമായിട്ടും എവരും പറയാൻ സാധ്യത ഡെയ്സി ചേച്ചിയെ ഈ 4 പേരിൽ ഏറ്റവും പരിചിത മനോഭാവത്തോടെ വീട്ടിൽ ജീവിച്ചത് ഷേളി ചേച്ചിയോടൊപ്പമാണെങ്കിലും പിൽക്കാലത്ത് അത്ഭുതാവഹമായ രീതിയിൽ അന്നത്തെ ബോംബെയിൽ വെച്ചൊക്കെ എനിക്ക് ഒരുപാട് പ്രാവശ്യം ഡെയ്സി ചേച്ചിയുടെ കൂടെ ആയിരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടിക്കാലത്ത് ഡെയ്സി ചേച്ചി കേരളത്തിലെ കോൺവെന്റുകളിലായിരുന്നു. കളമശ്ശേരിയിലെ റെജിന ചെളി കോൺവെന്റിലും, ജ്യോതിർഭവനിലും, എടപ്പള്ളി ടോളിലും, പാനയിക്കുളത്തെ മഠത്തിലും, അങ്ങനെ എറണാകുളം ജില്ലയിലെ കോൺവെന്റുകളിലായിരിക്കുമ്പോൾ ഞങ്ങൾ 3 മാസമോ മറ്റോ കൂടുമ്പോൾ ഡെയ്സി ചേച്ചിയെ കാണാൻ പോകുമായിരുന്നു. കൃത്യം കാലയളവ് ഉറപ്പിക്കുന്നില്ല, ഏകദേശം പറയുക. അപ്പോഴൊക്കെ എന്റെ ആ കുഞ്ഞു മനസ്സിൽ ഏതെങ്കിലും സമയത്ത് കുഞ്ഞിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തിരി കൂടി കൗമാരത്തിലൊക്കെ കടന്ന സമയത്ത് ഓർത്തിട്ടുണ്ട്, എന്നേക്കുമായാണല്ലോ ഡെയ്സി ചേച്ചി നഷ്ടപ്പെട്ടു പോയത്. കാരണം ഞങ്ങൾ 6 മക്കളാണെന്ന് ഏവർക്കും അറിയാം. 4 ചേച്ചിമാരും അവരുടെ ഇളയ 2 ആൺമക്കള്, ഞങ്ങൾ, അങ്ങനെ 6 പേര്. ബാക്കി 4 പേരും, ബാക്കി 3 പേരും, ഡെയ്സി ചോദിച്ചിട്ടുള്ള 3 പേരും വിവാഹിതരാണ്.
ഭർത്താവിനോടും മക്കളോടുമൊത്ത് എറണാകുളം ജില്ലയിൽ തന്നെ താമസിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അവർ ജനിച്ചു വളർന്ന വീടുകളിലേക്ക് ഭർത്താവിൻ്റെയും മക്കളുടെയും കൂടെ വരാം. 1 or 2 ദിവസം ചെലവഴിച്ചിട്ട് അല്ലെങ്കിൽ അന്ന് തന്നെ തിരികെ പോവാം. ആ ഒരു അവസ്ഥ ഇല്ലാത്തത്, എന്നേക്കുമായി നഷ്ടപ്പെട്ടത് ഡെയ്സി ചേച്ചിക്ക് മാത്രമാണല്ലോ എന്ന് എൻ്റെ ആ ചെറിയ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ കൗമാരപ്രായത്തിലൊക്കെ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, വിഷമവും വന്നിട്ടുണ്ട്. ബാല്യകാലത്തെക്കുറിച്ചുള്ള വലിയ ഓർമ്മയൊന്നും എനിക്ക് വരുന്നില്ല. വിഷമിച്ചതായിട്ടോ വലിയ വേദനയുണ്ടായിട്ടോ ഓർമ്മയിൽ വരുന്നില്ല. ഉണ്ടായിരിക്കാം. വളരെ സ്നേഹമായിരുന്നു ഡെയ്സി ചേച്ചിക്ക്. ഇന്നിപ്പോ എന്നെ എവിടെ കണ്ടാലും കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. പക്ഷെ അക്കാലത്തൊക്കെ ഉമ്മ കൊടുക്കുന്നത് ഒരു നാണമായിട്ട് പലരും കരുതിയിരുന്നതിനാൽ പരസ്യമായിട്ട് ഞാൻ കുഞ്ഞാണെങ്കിൽ പോലും ഉമ്മ തരുന്നത് കുറവായിരുന്നു. ഞാനിന്നും ഓർക്കുന്ന ഒരു സംഭവം, ഒരു പ്രാവശ്യം ഡെയ്സി ചേച്ചി വീട്ടിൽ വന്ന് തിരികെ പോകുമ്പോൾ തട്ടാഴത്ത് ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുപോയി ആക്കാൻ ഞാനും ജോഷിയുമാണ് പോയത്. അപ്പോ അന്നത്തെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെയുള്ള യാത്രയ്ക്കിടയിൽ ഒരുപാട് ഇടവഴികളുണ്ട്. ഒരാൾക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഇടവഴി, മറ്റൊരാൾ അപ്പുറത്തുനിന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വശത്തേക്ക് ഒതുങ്ങി തന്നെ നിൽക്കേണ്ടി വരുന്ന തരത്തിലുള്ള ഇടവഴികൾ ഒരുപാടുണ്ടായിരുന്നു. അതിലൊരു നീണ്ട ഇടവഴിയായിരുന്നു കൊച്ചുമാത്തി ചേട്ടന്റെ വീടിനോട് സമീപത്തുള്ള ഇടവഴി. അവിടെ ചെന്ന് ഞങ്ങൾ 3 പേരും നടക്കാൻ തുടങ്ങി. ഏതാണ്ട് ഇടവഴി അവസാനിക്കാൻ തുടങ്ങി. ഇടവഴി അവസാനിച്ചു കഴിഞ്ഞാൽ താമസിയാതെ മുഖ്യമായ റോഡിലേക്ക് കടക്കുകയാണ്. അപ്പോ അവിടെ ഇടവഴി കടക്കുന്നതിന് മുമ്പ് തന്നെ ഡെയ്സി ചേച്ചി പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഇടവഴി കഴിയാറായി, ഇനി നിങ്ങൾ 2 പേര് ഉമ്മത എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അതൊക്കെ ഒരു നാണം ആയിരുന്നു. പക്ഷെ ഇന്ന് പ്രായമായപ്പോ അത് സ്നേഹത്തിന്റെ ചിഹ്നമായി കരുതിക്കൊണ്ട് ഡെയ്സി ചേച്ചി എന്നെ അല്ലെങ്കിൽ എല്ലാവരെയും എവിടെ കണ്ടാലും കെട്ടിപ്പിടിച്ച് ഉമ്മ തരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളെ ബാല്യത്തിലുള്ളൂ. കൂടുതൽ ഓർമ്മകളെക്കുറിച്ച് ഞാനങ്ങനെ പറയാൻ നിന്നാൽ ഒരുപാട് സമയം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഓടിച്ച് പോവുകയാണ്. അപ്പോൾ കൗമാരകാലത്തുള്ള എൻ്റെ വിഷമം ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ആകസ്മികമായി എൻ്റെ 22ാം വയസ്സിൽ ഞാൻ കേരളത്തോട് വിട പറഞ്ഞ് ബോംബെയിലേക്ക് പോകുന്നത്. കേരളത്തിൽ നിന്ന് ഞാൻ വിട പറഞ്ഞു എന്നതിനേക്കാളുപരി ഡെയ്സി ചേച്ചി എന്നെ വിട പറയിപ്പിച്ചുകൊണ്ട് പോയി എന്നുള്ളതായിരിക്കും ശരി. അന്നത്തെ എൻ്റെ ഇവിടുത്തെ ജോലിയുമായി ബന്ധപ്പെട്ട യൂണിയൻ പ്രവർത്തനങ്ങളിൽ നിന്നും ഒക്കെ എന്നെ വേർപെടുത്താൻ വേണ്ടി ഡെയ്സി ചേച്ചി വിളിച്ചു കൊണ്ടുപോയതാണ്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞത്, ഡെയ്സി ചേച്ചിയെ ഏറ്റവും കൂടുതൽ വർഷം വീട്ടിൽ ജീവിച്ച് പരിചയമുള്ളതായിട്ട് അപ്പച്ചന്റെ അഭാവത്തിൽ, അമ്മച്ചിയുടെ അഭാവത്തിൽ, അല്ലെങ്കിൽ ലില്ലിച്ചേച്ചിയുടെ അഭാവത്തിൽ, ഷീലച്ചേച്ചിയുടെ അഭാവത്തിൽ ഷേളി ചേച്ചിയാണെന്ന് നമുക്ക് പറയാമെങ്കിലും പിന്നീട് എന്റെ 22ാം വയസ്സിന് ശേഷം പല ദിവസങ്ങളിലും ഞാൻ ഡെയ്സി ചേച്ചിയോടൊപ്പം ഡെയ്സി ചേച്ചിയുടെ ബോംബെയിലെ കോൺവെന്റിന് സമീപത്തുള്ള നഴ്സറി സ്കൂളായിട്ട് ഉപയോഗിക്കുന്ന ഫ്ളാറ്റിൽ താമസിച്ചിട്ടുണ്ട്. ആ ഫ്ളാറ്റിൽ രാത്രി എന്റെ കൂടെ കിടക്കാനായിട്ട് പല ദിവസങ്ങളിലും ഡെയ്സി ചേച്ചി വരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ 2-3 ആഴ്ചകൾ ഞാനവിടെ കിടന്നിട്ടുണ്ട്. ഡെയ്സി ചേച്ചി സമീപത്ത് വന്ന് കിടന്നിട്ടുണ്ട്.
അതൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരു വ്യക്തി, അല്ലെങ്കിൽ അന്നത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കേരളത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു ലീവ് അവധിയായിട്ട് വീട്ടിൽ വരുമായിരുന്നുള്ളൂ, വീട്ടിൽ രാത്രി നിൽക്കുകയായിരുന്നുള്ളൂ. ഇപ്പൊ വെക്കേഷൻ എന്നുള്ളത് കുറച്ചധികം ദിവസങ്ങൾ കിട്ടുന്നുള്ളൂ. കാര്യം ശരി, വെക്കേഷന് വേണ്ടി, അവധിക്ക് വേണ്ടി ജാൻസിയിൽ നിന്ന് വരുമെങ്കിലും ഒട്ടുമുക്കാറും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു കോൺവെന്റിലായിരിക്കും. വളരെ വിരളം ദിവസങ്ങളിൽ മാത്രമേ വീട്ടിൽ വന്ന് നിൽക്കാറുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അതുപോലെ തന്നെ ഞാൻ മുംബൈയിലായിരിക്കുമ്പോൾ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ, 1-2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മാരകമായ ഒരു രോഗം പിടിപെട്ടു. ആ രോഗത്തിന് ചികിത്സിക്കുന്ന സമയത്തും ഹോസ്പിറ്റലിൽ നിന്ന് സുഖം പ്രാപിച്ച് തിരികെ പോകുമ്പോൾ ഞാൻ താമസിക്കുന്ന ബാച്ചിലേഴ്സിനോടൊപ്പം താമസിക്കുന്ന റൂമിലേക്ക് പറഞ്ഞു വിടാതെ വീണ്ടും ഒരു 1-2-3 ആഴ്ചകൾ ഡെയ്സിയുടെ കോൺവെന്റുമായി ബന്ധപ്പെട്ട ആ നേഴ്സറി സ്കൂൾ പ്രവർത്തിക്കുന്ന ആ ഫ്ളാറ്റിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോഴും ഡെയ്സിയോടൊപ്പമാണ്. അപ്പോഴും ഞാൻ അത്ഭുതപ്പെടുകയാണ്. ആർക്കുമില്ലാത്ത ഒരു ഭാഗ്യം ലഭിച്ചത് എനിക്ക് മാത്രമാണ്. മറ്റുള്ളവർക്കെല്ലാം വർഷത്തിലൊരിക്കൽ ഡെയ്സി വരുമ്പോൾ ഒരു ദിവസം നിൽക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാവുന്നതെങ്കിൽ തുടർച്ചയായി 2-3 ആഴ്ചകൾ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റി. അങ്ങനെ 4.5 വർഷക്കാലത്തെ എന്റെ ബോംബെ ജീവിതത്തിനിടയിൽ 3 പ്രാവശ്യമെങ്കിലും തുടർച്ചയായിട്ട് 1 ആഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ ഞാൻ ഡെയ്സി ചേച്ചിയോടൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് ഡെയ്സിനെ കുറിച്ച് അറിയാം. അപ്പോ അവിടെ വെച്ച് ഡെയ്സിയോട് മറ്റുള്ളവർ കാണിക്കുന്ന സ്നേഹം, അത് ഏത് കോൺവെന്റിൽ ചെന്നാലും ആ പരിസരത്തുള്ളവർ കാണിക്കുന്ന സ്നേഹം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടുതലും എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരിക്കുമ്പോൾ, അത് ബോംബെയിലാവട്ടെ, ഹരിയാനയിലാവട്ടെ, അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ സംസ്ഥാനങ്ങളിലാവട്ടെ, അയൽവക്കത്തുള്ളവരും പഠിപ്പിച്ച വിദ്യാർത്ഥികളും കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഡെയ്സി പിന്നീട് സുപ്പീരിയർ ആവുന്നത്, സ്കൂളിന്റെ പ്രിൻസിപ്പൽ ആവുന്നത്, പിന്നീട് പ്രൊവിൻഷ്യൽ ആവുന്നത്. പ്രൊവിൻഷ്യലായപ്പോൾ സന്തോഷം തോന്നി. ആദ്യത്തെ പ്രാവശ്യം ഇത് ഡെയ്സി പ്രൊവിൻഷ്യലായിരിക്കുന്നത് 3-ാം തവണയാണ്. ആദ്യത്തെ പ്രാവശ്യം പ്രൊവിൻഷ്യലായപ്പോൾ സന്തോഷം തോന്നി. അത് പത്രത്തിൽ വാർത്തയായി ഞങ്ങളും കൊടുത്തിരുന്നു, ഫോട്ടോ സഹിതം, ചെറിയ മാറ്ററോടുകൂടി, ചെറിയ എഴുത്തുകുത്തുകളോടുകൂടി പത്രത്തിലും വന്നിരുന്നു. സന്തോഷിച്ചു. ആ 3 പ്രാവശ്യം കടന്നുപോയി, 3 വർഷം കടന്നുപോയി. അടുത്ത പ്രാവശ്യവും പ്രൊവിൻഷ്യലായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നറിഞ്ഞു. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം സന്തോഷിച്ചത്രയും സന്തോഷം എനിക്ക് തോന്നിയില്ല. കാരണം ഇത്രയും നാളായിരുന്ന ഒരാൾ വീണ്ടും ആവുമ്പോൾ അങ്ങനെ സന്തോഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, വലിയൊരു പുതുമയല്ലല്ലോ. അങ്ങനെ ആ 2-ാം വർഷവും വളരെ മനോഹരമായ രീതിയിൽ സുസ്ഥിര സേവനം ചെയ്ത് പ്രൊവിൻഷ്യൽ എന്ന പദവിയിൽ നിന്ന് വിരമിച്ചു. ഇവർക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പ്രൊവിൻഷ്യലായി 2 പ്രാവശ്യം മാത്രമേ തുടരാൻ പറ്റുകയുള്ളൂ എന്ന് തോന്നുന്നു. അതിന് സമാനമായ ഒരു നിയമമുണ്ട്. പിന്നീട് നിശ്ചിത വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞാൽ മാത്രമേ, നിശ്ചിത വർഷത്തെ ഇടവേള കഴിഞ്ഞാൽ മാത്രമേ തുടർന്ന് പ്രൊവിൻഷ്യലാവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടേം എന്ന് പറഞ്ഞാൽ, ഒരു കാലയളവെന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. അങ്ങനെ 3 വർഷം കഴിഞ്ഞു. അടുത്ത കാലയളവെന്ന് പറയുന്നതും 3 വർഷം. അങ്ങനെ ഏകദേശം 6 വർഷം കഴിഞ്ഞപ്പോൾ ഡെയ്സി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പരിപൂർണമായും
മാറാൻ കാത്തിരുന്നോ എന്നെനിക്കറിയില്ല. വലിയൊരു അത്യാഹിതം, കോവിഡ് എന്ന രോഗം അതിന്റെ മൂർധന്യ നിമിഷത്തിലൂടെ ഡെസിച്ച് പിടികൂടിയത് ഞാനിന്നും ഓർമ്മിക്കുന്നു. 2 വാർത്തകളാണ് കോവിഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. നമ്മിൽ എല്ലാവർക്കും തന്നെ കോവിഡ് വന്ന് കടന്നുപോയിട്ടുള്ളതാണ്. പക്ഷെ ചിലർക്ക് മൂർധന്യമായി, ചിലർ മരിച്ചുപോയി. അങ്ങനെ ഒരിക്കൽ കോൺവെന്റിലെ പ്രൊവിൻഷ്യൽ ആയിരുന്നപ്പോഴത്തെ സെക്രട്ടറി സിസ്റ്റർ എന്നെ വിളിച്ചു, ഡേച്ചിക്ക് നല്ല സുഖമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. കുറച്ച് ദിവസങ്ങളായിട്ട് സുഖമില്ലാത്തത് കോവിഡ് ആണെന്നുള്ളത് അറിഞ്ഞിരുന്നില്ല. വേറൊരു വാർത്ത കൂടി എന്ന് പറഞ്ഞു, ഇന്നലെയായിരുന്നു സിസ്റ്റർ മേഴ്സി മരിച്ചത് എന്നുകൂടി പറഞ്ഞു. വളരെ പരിചിതയായ, വളരെ സ്നേഹബന്ധം ഡേച്ചിയുമായിട്ടും ഞങ്ങളുടെ കുടുംബവുമായിട്ടും പുലർത്തുന്ന സിസ്റ്റർ മേഴ്സി മരിച്ചു എന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം വെറും 52 വയസ്സ് ഉള്ള സമയത്താണ് ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നത്. അതിനു മുമ്പ് രോഗമോ ഒന്നും ഇല്ലാത്ത ഒരു കന്യാസ്ത്രീയായിരുന്നു. ചോദിച്ചറിഞ്ഞപ്പോൾ അറിഞ്ഞത് കോവിഡ് എന്നാണ്. കോവിഡ് മുഖേന മരിച്ചു. അപ്പുറത്ത് വേറെ ഒരു സിസ്റ്റർ, അത് നമ്മുടെ ഇന്നത്തെ ജൂബിലിയിൽ മുഖ്യ വ്യക്തിയായി നാം നമ്മുടെ സ്നേഹം കാണിച്ചു കൊടുക്കുന്ന സിസ്റ്റർ മരിയല്ലയാണ്. കോവിഡ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കഠോരമായ രോഗം, ചുമ, ശ്വാസം മുട്ടൽ, അങ്ങനെ പലതും. ഹോസ്പിറ്റലിൽ എപ്പോൾ കൊണ്ടുപോയി, പല ദിവസം പോയി തിരിച്ചു വന്നു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ഒരു ദിവസം ഞാൻ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ അന്നത്തെ അവിടുത്തെ പ്രൊവിൻഷ്യൽ 2 പ്രാവശ്യം പ്രൊവിൻഷ്യൽ പദവിയിൽ നിന്നും മാറിയതിനു ശേഷം പ്രൊവിൻഷ്യലായത് സിസ്റ്റർ ലൈസയാണ്. സിസ്റ്റർ ലൈസ CTC കോൺഗ്രിഗേഷന്റെ മദർ ജനറൽ കൂടിയായിരുന്നു മുൻ വർഷം, അതിന് തൊട്ട് മുമ്പുള്ള വർഷം. അപ്പോ സിസ്റ്റർ ലൈസയെയും എനിക്ക് പരിചയമുള്ളതാണ്. ഞാൻ മുംബൈയിലുണ്ടായിരുന്ന സമയത്ത് സിസ്റ്റർ ലൈസ ഉണ്ടായിരുന്നതാണ് കൂടെ. അപ്പോ ഒരു ദിവസം ജോലി സ്ഥലത്ത് ഞാനായിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഫോൺ കോളിന്റെ അങ്ങേ തലയ്ക്കലുള്ളത് സിസ്റ്റർ ലൈസയാണ്, അതായത് അവിടുത്തെ അന്നത്തെ പ്രൊവിൻഷ്യൽ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്നെ എന്തിനാണ് വർഷങ്ങളായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത സിസ്റ്റർ ലൈസ വിളിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സിസ്റ്റർ മരിയല്ലയുടെ രോഗാവസ്ഥ. കൂടുതലൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാൻ അത്ഭുതപ്പെട്ട് ചോദിച്ച കാര്യം, കാരണം വീട്ടിലെ ഇത്തിരി കൂടി പക്വത പുലർത്തുന്നത് ജോഷിയാണ്. എന്നെക്കാലം മൂത്തത് ഷേളി ചേച്ചിയാണ്. ചേച്ചിയുമായി കൂടുതൽ ബന്ധപ്പെട്ട് സംസാരിക്കുന്നതും ഷേളി ചേച്ചിയാണ്. അപ്പൊ പിന്നെ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് അറിയാത്തത് കാരണം പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചുപോയി. അവരോട് പറഞ്ഞില്ല അല്ലേ ഈ രോഗാവസ്ഥ? ആരോട്? ഷേളി ചേച്ചിയോടും ജോഷിയോടും പറഞ്ഞില്ല അല്ലേ? എന്നിട്ടായിരിക്കുമല്ലോ എന്നെ വിളിച്ചത് എന്ന് കരുതി ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ സിസ്റ്റർ ലൈസ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: ഇങ്ങനെയുള്ള കാര്യം മൂത്തയാളോടാണല്ലോ പറയേണ്ടത്. സത്യം പറഞ്ഞാൽ രോഗാവസ്ഥയുടെ ഗുരുതരാവസ്ഥ, രോഗത്തിന്റെ ഗുരുതരാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. കോവിഡ് ആണെന്നും ICUയിലാണെന്നും മാത്രമേ അറിഞ്ഞുള്ളൂ. പിന്നീട് ഓരോ കൂടെ ഉള്ള സിസ്റ്ററിനോടും മറ്റും ചോദിച്ചറിയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിമിഷം പോലും ഓക്സിജൻ മാറ്റിവെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, ആളെ കിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവരെല്ലാം പലതും മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിച്ചതെങ്കിലും അതിന്റെ അവസാന ഘട്ടത്തിൽ വരെ കടന്നു ചെന്നിട്ടാണ് തിരിച്ചു വരുന്നത് സിസ്റ്റർ മരിയൻ. ദൈവത്തിന് നന്ദി പറയുന്നു.
രോഗം പിടിപെട്ട സമയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ജോലികളെല്ലാം തീർത്ത് ഒന്ന് വിശ്രമിക്കാൻ തയ്യാറാകാൻ വേണ്ടി കാത്തുനിന്നതുപോലെ രോഗം വന്നു. അതായത് പ്രൊവിൻഷ്യലായിരിക്കുന്ന അവസ്ഥയിൽ രോഗമൊന്നും വരരുത്, എല്ലാ ജോലികളും തീർക്കണം എന്ന് സ്വയം ആഗ്രഹിച്ചതുപോലെയാണ് കോവിഡ് വന്ന സമയം. ആ 6 വർഷക്കാലത്തെ പ്രൊവിൻഷ്യൽ എന്ന പദവിയിൽ നിന്ന് മാറിയ കേവലം ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ കേവലം ആഴ്ചകൾക്കുള്ളിലാണ് ഈ ഗുരുതരമായ രോഗം വരുന്നത്. ഈ അവസ്ഥ പ്രൊവിൻഷ്യൽ ആയിരുന്ന അവസ്ഥയിൽ വന്നിരുന്നെങ്കിൽ ഉള്ള കാര്യം വേദനാജനകം തന്നെ. അപ്പൊ അതിനൊന്നും ഇടവരുത്താതെ നേതൃപദവിയിൽ നിന്ന് അവരെ നയിക്കുന്നതിന് യാതൊരു കോട്ടവും വരാതെ നേതൃപദവിയിൽ നിന്ന് മാറിയപ്പോൾ മാത്രം ഇപ്രകാരം ഒരു രോഗം കൊടുത്ത ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അപ്പോ ആ ഗുരുതരാവസ്ഥയിൽ നിന്നാണ് സിസ്റ്റർ മരിയല്ല വീണ്ടും ജീവിതത്തിലേക്ക് വരുന്നത്. വളരെ നാളുകൾ ഹോസ്പിറ്റലിലെ ICUലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ട് പോലും ശ്വസിക്കാനുള്ള ഓക്സിജന്റെ സംവിധാനമടങ്ങിയ ഒരു പെട്ടിയുമായിട്ടായിരുന്നു പിന്നീട് ഭവനത്തിലായിരുന്നപ്പോഴും മഠത്തിലായിരുന്നപ്പോഴും ഒരുപാട് മാസങ്ങൾ ചെലവഴിച്ചത്. ഓക്സിജൻ ഞാൻ ആ യന്ത്രം കണ്ടിട്ടില്ല, മെഷീൻ കണ്ടിട്ടില്ല. ഓക്സിജൻ സിലിണ്ടർ അല്ലാതെ ഒരു ബോക്സ് ടൈപ്പ് വസ്തുവാണെന്നാണ് ഫോണിലൂടെ മറ്റ് സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞ് ഞാൻ അറിയാനിട വന്നത്. അപ്പൊ അതും കൊണ്ടാണ് കുറെ നാൾ ജീവിച്ചിരുന്നത്. ഒരു മുറിയിൽ നിന്ന് നടക്കാൻ പറ്റുമായിരുന്നു. നടക്കണമെങ്കിലും ഈ പറഞ്ഞ പെട്ടി കൂടെ കൊണ്ടുപോകണം, അല്ല എങ്കിൽ ശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. അത് കുറെ നാൾ തുടർന്നു. ആ ഒരു അവസ്ഥ തുടർന്നു. അപ്പോഴാണ് ഓരോ സിസ്റ്റേഴ്സിനും ട്രാൻസ്ഫറായി, ഡൈസച്ചിക്കും ട്രാൻസ്ഫറായി കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞത്. സന്തോഷം തോന്നി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവർത്തിക്കാനായി കേരളത്തിലേക്ക് വരുന്നത്. എന്റെ ഓർമ്മയിൽ 27-ാം വയസ്സിലോ മറ്റോ ചേച്ചി കേരളം വിട്ടുപോയതാണ്. പിന്നീട് കടന്നു വരുന്നത് ഇത്രയും പ്രായമായതിനു ശേഷമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് സന്തോഷം തോന്നി. പക്ഷേ കടന്നു വന്നത് ഉദയംപേരൂരുള്ള ഒരു കോൺവെന്റിലേക്കായിരുന്നു. ഞാൻ ആ കോൺവെന്റിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. കൂടുതലും അവിടുത്തെ 4-5 സിസ്റ്റേഴ്സുമായി നോക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒന്നുകിൽ രോഗാവസ്ഥ കൂടുതലുള്ളവർ, അല്ലെങ്കിൽ മറവി രോഗം ബാധിച്ചവർ, ഏതെങ്കിലും ഒരു ചെറിയ രോഗവും ഇല്ലാത്തവർ അവിടെ ആരുമില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാം CTC കോൺഗ്രിഗേഷനിലെ രോഗികളെ മാത്രം താമസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കോൺവെന്റ് ആണോ ഉദയംപേരൂർ കോൺവെന്റ് എന്ന് തോന്നിപ്പോവാം. അല്ല, യഥാർത്ഥത്തിൽ രോഗികളായ ഒരുപാട് സിസ്റ്റേഴ്സ് ഉണ്ട്, കന്യാസ്ത്രീകളുണ്ട്. അവർക്ക് വേണ്ടി ഒരു കോൺവെന്റുമുണ്ട്. അതായത് ഇനി ജീവിതത്തിലേക്ക് പ്രവർത്തിക്കാൻ കടന്നു വരില്ല, രോഗം മാറുകയില്ല, അല്ലെങ്കിൽ വാർദ്ധക്യത്തിന്റെ അസ്വസ്ഥതകൾ ഇനി ഒരിക്കലും മാറിക്കിട്ടുകയില്ല, മരണം മാത്രമേ ഉള്ളൂ എന്ന് അവസ്ഥയിലുള്ള വൃദ്ധരായ അല്ലെങ്കിൽ പരിപൂർണ രോഗികളായ കുറെ കന്യാസ്ത്രീകളുണ്ട്. അവർക്ക് വേണ്ടി ഒരു കോൺവെന്റുമുണ്ട്. ആ കോൺവെന്റിൽ ഓരോ കന്യാസ്ത്രീയും ശുശ്രൂഷിക്കാൻ നേഴ്സുമാരായ കന്യാസ്ത്രീകളുമുണ്ട്, ഓരോരുത്തർക്കുമായിട്ട്.
അത് റെജീന ചുഴലി കോൺവെന്റ് കളമശ്ശേരിയിലാണ്. മുമ്പത്തെ അവരുടെ മുഖ്യ മഠമായിരുന്നു റെജീന ചുഴലി കോൺവെന്റ്. ആ റെജീന ചുഴലി കോൺവെന്റിനോട് സമീപത്ത് തന്നെയാണ് ഈ കോൺവെന്റും എന്നാണ് ഞാൻ അറിഞ്ഞത്. ആ കോൺവെന്റിലെ റെജീന ചുഴലി കോൺവെന്റിന് സമീപത്തുള്ള ഈ കോൺവെന്റിലെ അന്തേവാസികളായ കന്യാസ്ത്രീകൾ പരിപൂർണ വാർദ്ധക്യത്തിലെത്തിയവരും ഇനി ജീവിതത്തിൽ കടന്നുവരാൻ സാധ്യതയില്ലാത്തവരും പരിപൂർണ ശുശ്രൂഷ വേണ്ടവരുമായ, അപ്പൊ അങ്ങനെയുള്ള കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഒരു കോൺവെന്റ് ഉണ്ട് അവിടെ. അപ്പൊ യഥാർത്ഥത്തിൽ രോഗികൾക്ക് വേണ്ടി, രോഗി എന്ന് പറഞ്ഞാൽ കഠോരമായ രോഗം, ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആ കോൺവെന്റിലുള്ള ആരും തിരിച്ചു വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ കന്യാസ്ത്രീക്ക് വേണ്ടിയും നേഴ്സായ ഒരു കന്യാസ്ത്രീയെ നിയോഗിച്ചിട്ടുള്ളത്. റെജീന ചുഴലി കോൺവെന്റിന് സമീപത്തുള്ള ഒരു കോൺവെന്റാണത്. രണ്ടും ഒരേ കോമ്പൗണ്ടിലാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നി, ഇതെന്താണ് ഈ ഉദയംപേരൂർ കോൺവെന്റും? ഇത് വലിയൊരു രോഗം ബാധിച്ച സിസ്റ്റർ മരിയല്ല ഞങ്ങളെ എല്ലാം സന്തോഷപൂർവ്വം അറിയിച്ചു, ഞാൻ കേരളത്തിലേക്ക് വരുന്നു. അപ്പൊ ഞങ്ങളെല്ലാരും സന്തോഷിച്ചു. അതനുസരിച്ച് വന്നുപെട്ട കോൺവെന്റിലെ സ്ഥിതി കണ്ടപ്പോ എനിക്ക് വളരെയധികം വിഷമം തോന്നി. പ്രത്യേകിച്ച് ഒരു സാധാരണ ഒരു കന്യാസ്ത്രീ അല്ലല്ലോ അവിടെ നിന്ന് വന്നത്, കർമ്മനിരതയായ ഒരു കന്യാസ്ത്രീയാണല്ലോ, അതും പ്രൊവിൻഷ്യലായിരുന്ന ഒരു കന്യാസ്ത്രീയാണല്ലോ. അതായത് വരുന്നതിന് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ വളരെ കർമ്മനിരതയായിരുന്നല്ലോ. സുപ്പീരിയറായി തുടങ്ങി, പ്രിൻസിപ്പളായി, അധ്യാപികയായി ജീവിതം തുടങ്ങി, അധ്യാപികയായിരുന്നു, വളരെ മികച്ച അധ്യാപികയായിരുന്നു. സംസ്ഥാന തലത്തിൽ പോലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയതിനുള്ള അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു അധ്യാപികയാണ്. പിന്നീട് അധ്യാപനത്തിലെ മികവിനെ തുടർന്ന് പ്രിൻസിപ്പാളായി. അപ്പോഴും സ്നേഹം കാത്തുസൂക്ഷിക്കുന്ന, അതുപോലെ വിദ്യാർത്ഥികളും സ്നേഹം കാത്തുസൂക്ഷിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ഞാൻ കാണാനിട വന്നിട്ടുണ്ട്. അങ്ങനെ കർമ്മനിരതിയായി ഒരു വ്യക്തിയാണ് പ്രൊവിൻഷ്യലാകുന്നത്. പ്രൊവിൻഷ്യലായതിനു ശേഷം വീണ്ടും മികവിനെ തുടർന്ന് മറ്റൊരു ടേമിലേക്ക് കൂടി പ്രൊവിൻഷ്യലായി തെരഞ്ഞെടുക്കപ്പെട്ട സിസ്റ്റർ മരിയല്ല. പ്രൊവിൻഷ്യൽ എന്ന ആ പദവി അവസാനിച്ച് രോഗാവസ്ഥയിലായതിനു ശേഷം, കഠോരമായ രോഗാവസ്ഥയിലായതിനു ശേഷം ജീവിതത്തിലേക്ക് പിന്നീട് തിരിച്ചു വന്നപ്പോൾ ട്രാൻസ്ഫറായി കിട്ടുന്നത് ഉദയംപേരൂരുള്ള ഈ കോൺവെന്റാണ്. എനിക്ക് വിഷമം തോന്നി അവിടുത്തെ അവസ്ഥ കണ്ടിട്ട്. ശരിക്കും ഉദയംപേരൂരിലെ കോൺവെന്റിലേക്ക് വരിക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് തോന്നുന്നത്, നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ആ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ കുപ്പിക്കഴുത്ത് പോലുള്ള ഒരു ചെറിയ ഭാഗം നമുക്ക് മാപ്പിൽ കാണാം. ആ മാപ്പിലെ ആ കുപ്പിക്കഴുത്ത് പോലുള്ള ഭാഗം കഴിഞ്ഞാണ് ആ ഭാഗത്തുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ. എല്ലാ സംസ്ഥാനങ്ങളുടെ പേര് ഓർമ്മിക്കുന്നില്ല. ആസാമെന്നോ മിസോറമെന്നോ മണിപ്പൂറെന്നോ മേഘാലയെന്നോ അങ്ങനെയുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ ആ ഭാഗത്താണല്ലോ. ഞാൻ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ പേര് തെറ്റിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കൃത്യമായി ഭൂപടത്തിലുള്ള സംസ്ഥാനങ്ങളല്ല പറഞ്ഞതെന്നും എനിക്കറിയാം. അപ്പോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ സംസ്ഥാനങ്ങളിലുള്ളവർ, അതായത് ഈ കുപ്പിക്കഴുത്ത് പോലുള്ള ഏരിയയ്ക്ക് ശേഷം വിശാലമായൊരു ഏരിയ ഉണ്ട്, അവിടെ നിന്നുള്ള സംസ്ഥാനങ്ങളിലുള്ളവർ ഏതെങ്കിലും കാരണവശാൽ ഡൽഹിയിലേക്ക് വരേണ്ടി വരുമല്ലോ, അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നു. അത്ഭുതാവഹമായ ഒരു കാര്യമാണ് അവർ പറയുന്നത്, ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നു. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? നാം കേരളത്തിൽ ജീവിക്കുന്നവർ മുംബൈയിലേക്കോ ഡൽഹിയിലേക്കോ കൽക്കട്ടയിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നു എന്നാണോ പറയുന്നത്? ഇല്ല,
നമുക്കങ്ങനെ തോന്നൽ വരുന്നില്ല. വിശാലമായ ഭൂപ്രദേശത്തെ ഒരു വിശാലമായ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷെ ഇവർക്ക് അങ്ങനെ പറയാൻ ഇവർക്ക് സ്വാഭാവികമായിട്ട് തോന്നാൻ കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞ കുപ്പിക്കഴുത്ത് പോലെ, മാപ്പിൽ നോക്കിയാൽ കുപ്പിക്കഴുത്ത് പോലെയുള്ള ഒരു ചെറിയ ഇടുങ്ങിയ ഭാഗമാണ്. അത് എത്ര കിലോമീറ്റർ എന്ന് എനിക്കറിയില്ല, കൂടുതൽ കിലോമീറ്റർ ഉണ്ടാകാം. പക്ഷേ ആ ചെറിയ ഭാഗത്തുകൂടി കടന്നിട്ട് വേണം ഇന്ത്യയിലേക്ക് വരാൻ. അതുപോലെ ചെറിയ ഭാഗത്തോട്ട് കടന്നിട്ട് വേണം ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരാൻ. ഉത്തർപ്രദേശിലേക്കും പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ കടന്നു വരാം. അതുപോലെ മുഖ്യമായ ഭൂമി നിൽക്കുന്ന മധ്യപ്രദേശും പഞ്ചാബും ഹരിയാനയും ഒക്കെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ ഭാഗത്തേക്ക് പോകുമ്പോഴും ഈ കുപ്പിക്കഴുത്ത് പോലെ മാപ്പിൽ കാണപ്പെടുന്ന പ്രദേശം കടന്നു വേണം പോകാൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിച്ചത്, ദേശീയ ചേച്ചി സിസ്റ്റർ മരിയല്ല ഊതിയമ്പേരൂർ കോൺവെന്റിൽ വന്നപ്പോൾ ഞാൻ എന്റെ ഓർമ്മയിലേക്ക് വന്നത് ഈ കുപ്പിക്കഴുത്തുള്ള ഏരിയ, കുപ്പിക്കഴുത്തിന്റെ അപ്പുറത്തുള്ളവർ, കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനത്തിലുള്ളവർ ഡൽഹി എന്ന നമ്മുടെ തലസ്ഥാനത്തേക്ക്, നമ്മുടെ എല്ലാവരുടെയും തലസ്ഥാനമാണ്. മിസോറാമിന്റെയും പഞ്ചാബിന്റെയും ജമ്മു കാശ്മീരിന്റെയും തമിഴ്നാടിന്റെയും എല്ലാം സംസ്ഥാനമാണ്. നമ്മളെല്ലാവരും, തമിഴ്നാട്ടിലുള്ളവരും മലയാളികളും ജമ്മു കാശ്മീരിലുള്ളവരും ഡൽഹി പോകുമ്പോൾ ഡൽഹി പോകുന്നു എന്ന് പറയുന്നതല്ലാതെ ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നു എന്ന് പറയാറില്ല. പക്ഷേ അവർ അങ്ങനെ പറയാറുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അതിന് സമാനമായി ഒരു കുപ്പിക്കടുത്ത് എന്ന് പറയുന്ന രീതിയിൽ അകലങ്ങളിൽ ഒറ്റപ്പെട്ട ഒരു ദ്വീപായി ഉദയംപേരൂർ കോൺവെന്റ് നിലനിൽക്കുന്നതായിട്ട് എനിക്ക് അന്ന് അനുഭവപ്പെട്ടു. ഇന്നത്തെ സ്ഥിതി എനിക്കറിയില്ല. സ്വാഭാവികമായിട്ട് എനിക്ക് വിഷമവും വന്നു. രോഗിയായ ഒരാൾ, അതും പ്രൊവിൻഷ്യലായിരുന്ന ഒരാൾ, ഒറ്റ ട്രാൻസ്ഫറിലൂടെ ഇതുപോലൊരു കോൺവെന്റിലാണല്ലോ എത്തിയത്. ആ അവസരത്തിൽ കൂനിന്മേൽ കുരു എന്ന രീതിയിൽ ഡേസി ചേച്ചിക്ക് സിസ്റ്റർ മരിയയിലേക്ക് 2 അസുഖങ്ങൾ കൂടി കൂടുതലായിട്ട് കിട്ടി. കാൽമുട്ടിന് വേദന, ആയിടെയാണ് കൂനിന്മേൽ കുരു എന്ന നിലയിൽ കോവിഡ് എന്ന വലിയ രോഗം പിടിപെട്ടിട്ട് അത് ഐസിയുലായിരുന്നു, ഗുരുതരാവസ്ഥയിലായിരുന്നു. ഓക്സിജന്റെ സഹായത്തോടെയാണ് ജീവിച്ചതെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് ശേഷവും ശ്വസിക്കാനായി ഓക്സിജൻ ലഭ്യമാകുന്ന ഒരു പ്രത്യേകതരം ബോക്സുമായിട്ടായിരുന്നു ജീവിച്ചത്. എപ്പോഴും കിടപ്പല്ല, ഇരിപ്പായാലും അടുത്ത മുറിയിലേക്ക് പോകുന്നതായാലും മറ്റൊരാളുടെ സഹായം വേണം. കാരണം ഈ പറഞ്ഞ ബോക്സ് കൂടി കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കൂനിന്മേൽ കുരു എന്ന നിലയിൽ കാൽമുട്ട് വേദന. ശരീരം വരെ ഭാരമുള്ളതാണെന്നറിയാം. ആ ശരീരം താങ്ങാൻ പറ്റാതെ അവസാനം ഡോക്ടർ പറഞ്ഞത് കാൽമുട്ട് തന്നെ മാറ്റിവെക്കണമെന്നുള്ളതാണ്. ഒരു വലിയ രോഗത്തിന് ശേഷം ഇപ്രകാരമുള്ള മറ്റൊരു രോഗം കൂടി വന്നതിന്റെ ആഘാതത്തിലായിരുന്നു. എങ്കിലും ആ ഓപ്പറേഷൻ ചെയ്തു, അതും സക്സസ് ആയി. എങ്കിലും വേദനയോടുകൂടി, നടക്കാനുള്ള ബുദ്ധിമുട്ടോടുകൂടി ജീവിച്ചിരിക്കുന്ന സമയത്താണ് മറ്റൊരു രോഗം കൂടി കടന്നു വരുന്നത്. ഇതെല്ലാം മുട്ടി വന്ന രോഗങ്ങളാണ്. വെരിക്കോസിന്റെ രോഗം. അപ്പൊ ഈ 3 ഓപ്പറേഷനുകൾ അടുപ്പിച്ചടുപ്പിച്ച് വേണ്ടി വന്നു. അപ്പോ അതിന്റെ ഇടയ്ക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുപ്പിക്കെടുത്തുന്ന പോലെ ഒരു മൂലയിലേക്ക് ചെന്നുപെട്ട ഒരവസ്ഥയും. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും വിഷമിച്ചു പോയി ഈ ഒരു അവസ്ഥയിൽ. അങ്ങനെ ഇരിക്കുകയാണ് ലോകമൊക്കെ ലേശം ഭേദമായി. പുതിയ പ്രൊവിൻഷ്യാളിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ആദ്യം ഒരു പ്രാവശ്യം, 1ാമത്തെ പ്രാവശ്യം പ്രൊവിൻഷ്യാളായി മാറിയപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു എന്ന് പറഞ്ഞു. 2ാമത്തെ പ്രാവശ്യം പ്രൊവിൻഷ്യാളായപ്പോൾ നല്ല കാര്യം, പക്ഷെ അത്ര സന്തോഷിച്ചില്ല എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത പ്രാവശ്യം പ്രൊവിൻഷ്യാൾ ആകാൻ പാടില്ലാത്തത് കാരണം മറ്റൊരാളാണ് പ്രൊവിൻഷ്യാളായതെന്ന് പറഞ്ഞു. ആ ടേമും കഴിഞ്ഞ് 4ാമത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയമായപ്പോൾ
എത്ര വലിയ രോഗത്തിലൂടെയാണ് കടന്നുപോയതെന്ന് ഞാൻ പറഞ്ഞു. ആ അവസ്ഥയിൽ ഇനി ആർക്കും വേണ്ട എന്ന് സ്വാഭാവികമായിട്ടും തോന്നാൻ പറ്റുന്ന ഒരവസ്ഥ വന്ന സന്ദർഭത്തിൽ എനിക്കൊരു വാർത്ത കിട്ടി. 3-ാം തവണ കുപ്പിക്കഴുത്ത് എന്ന് പറയാൻ പറ്റുന്ന സംസ്ഥാനത്ത്, അല്ലെങ്കിൽ കുപ്പിക്കഴുത്തിന്റെ അപ്പുറത്തുള്ള ഭാഗം എന്ന് പറയാൻ പറ്റുന്ന ഒരു കോൺവെന്റിൽ നിന്നുമുള്ള ഒരു കന്യാസ്ത്രീ വീണ്ടും പ്രൊവിൻഷ്യലായി തെരഞ്ഞെടുക്കപ്പെട്ടുവെന്ന്. അത് മറ്റാരുമല്ല, സിസ്റ്റർ മരിയല്ലയാണ്, ഡെയ്സി ചേച്ചിയാണ്. 1-ാമത്തെ പ്രാവശ്യം സന്തോഷിച്ചു എന്ന് ഞാൻ പറഞ്ഞു. 2-ാമത്തെ പ്രാവശ്യം അത്ര സന്തോഷിച്ചില്ല എന്ന് പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം അവരുടെ നിയമപ്രകാരം മറ്റൊരാളാണ് പ്രൊവിൻഷ്യലായി തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറഞ്ഞു. പിന്നീടുണ്ടായ തെരഞ്ഞെടുപ്പിൽ ഇപ്രകാരം ഒരു രോഗാവസ്ഥയിൽ നിന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രൊവിൻഷ്യലായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വാർത്ത എന്നെ അറിയിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ കണ്ണുകൾ നനഞ്ഞുപോയി. അങ്ങനെ ഇത്രയും രോഗമുള്ള, ആരും ഇനി ഓർക്കാൻ വയ്യാത്ത തരത്തിൽ കുപ്പിക്കഴുത്തിന്റെ അപ്പുറത്തു നിന്നുള്ള സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞതുപോലെ കുപ്പിക്കഴുത്തിന്റെ അപ്പുറത്തുള്ള ഒരു കോൺവെന്റിൽ നിന്നും വന്ന ഒരാൾ പ്രൊവിൻഷ്യലായി എന്നത് സത്യം പറഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞ വാക്കുകൾ സത്യമായിട്ട് പറയുകയാണ്, കണ്ണ് നനഞ്ഞുപോയി. അത് എന്തുകൊണ്ട് വീണ്ടും അവർക്ക് തോന്നി ഈ രോഗിയായ വ്യക്തിയെ തന്നെ പ്രൊവിൻഷ്യലാക്കണമെന്ന്? പ്രൊവിൻഷ്യൽ എന്ന് പറയുമ്പോൾ 5-6 സ്റ്റേറ്റുകളുള്ള, സംസ്ഥാനങ്ങളുള്ള, ഉത്തർപ്രദേശിന് സമീപത്തുള്ള സംസ്ഥാനങ്ങളുടെ അധിപയാണ്. അവരുടെ കോൺവെന്റുകളുടെയും അവരുടെ സ്കൂളുകളുടെയും അവരുടെ ആശുപത്രികളുടെയും അവരുടെ ആതുരാലയങ്ങളുടെയും അധിപയാണ്. സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് മുഴുവൻ അറിയില്ലെങ്കിൽ ഒന്ന് ഉത്തർപ്രദേശാണ്, മറ്റൊന്ന് ഹരിയാനയാണ്, മറ്റൊന്ന് ഡൽഹിയാണ്, മറ്റൊന്ന് രാജസ്ഥാനാണെന്ന് തോന്നുന്നു, ഇനി ഒന്ന് പഞ്ചാബാണെന്ന് തോന്നുന്നു. അങ്ങനെ 5 സംസ്ഥാനങ്ങളുടെയോ മറ്റോ അധിപയായിരിക്കാൻ വീണ്ടും ഒരു രോഗിയായ വ്യക്തിയെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അത്ഭുതാവഹമാണ്. ഓരോ തെരഞ്ഞെടുപ്പിനും ചില നിയമങ്ങൾ ഇങ്ങനെ വെക്കുന്നത് അത്ര ശരിയായി എനിക്ക് തോന്നാറില്ല. ആരുടെയും ഭരണഘടനയിലേക്ക് കൈകടത്തുകയല്ല. കാരണം സിറ്റിസൺ കോൺഗ്രിഗേഷന് ഒരു നിയമമുണ്ട്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരും മദർ ജനറൽ ആകാൻ പാടില്ല എന്ന്. മദർ ജനറൽ എന്ന് പറഞ്ഞാൽ പ്രോവിൻസ് 5 5 ഉണ്ട്. ഈ പ്രോവിൻസിലെ പ്രൊവിൻഷ്യൽമാർ ഉൾപ്പെടുന്ന മുകളിലുള്ള വ്യക്തിയാണ് മദർ ജനറൽ, മൊത്തം സിറ്റിസൺ കോൺഗ്രിഗേഷന്റെ ഹെഡ്. അപ്പൊ 65 വയസ്സിനൊരു പ്രായപരിധി ഞാൻ കേട്ടിട്ടുണ്ട്. 65 വയസ്സ് കഴിഞ്ഞാൽ മദർ ജനറൽ ആകാൻ പാടില്ല എന്നുള്ളത്. അതും എനിക്ക് നല്ലൊരു നിയമമായിട്ട് തോന്നുന്നില്ല. നമുക്കറിയാം, മാർപ്പാപ്പയൊക്കെ എത്രയോ പ്രായം വരെ ക്രൈസ്തവ സഭയെ നയിച്ചു കൊണ്ടുപോകുന്നു, മരണം വരെ നയിച്ചു കൊണ്ടുപോകുന്നു. നമുക്ക് രോഗാവസ്ഥയായിരിക്കാം, പക്ഷെ ആ രോഗാവസ്ഥയിൽ കിടന്ന് നമ്മുടേതായ ഒരു വാക്ക് പറയാൻ സാധിച്ചാൽ, ക്രൈസ്തവ സഭ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പറയാൻ സാധിച്ചാൽ, അത്ര വിലയേറിയ വാക്കുകളാണ് ഉള്ളിൽ നിന്ന് വരുന്നതെങ്കിൽ ആ വ്യക്തി പ്രായത്തിന്റെ പേര് പറഞ്ഞ് അവഗണിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് മാർപ്പാപ്പമാർ വളരെ പ്രായമായിട്ടും ആ പദവി വഹിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം എന്ന ഒരു മുദ്രാവാക്യവുമായി കുറച്ചുപേർ വന്നതിന് ശേഷമാണ് ചില നേതൃത്വങ്ങളെങ്കിലും യഥാർത്ഥ നേതൃത്വത്തിൽ കിട്ടേണ്ടവരിൽ നിന്ന് അകന്നു പോയിട്ടുള്ളത്. സ്ത്രീ ശാക്തീകരണം എന്ന പേരിലോ സ്ത്രീ സംവരണം എന്ന പേരിലോ സ്ത്രീ എന്നുള്ള മുദ്രാവാക്യം വിളിച്ചോ അല്ല നേതൃത്വം കൈയാളേണ്ടത്. കഴിവുറ്റ വ്യക്തി നേതാവാകണം. ഞാൻ
കന്യാസ്ത്രീകളെ കുറിച്ചല്ല പറയുന്നത്, മൊത്തം രാജ്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ഭരണത്തിൽ, രാഷ്ട്ര ഭരണത്തിൽ, അത് രാജ്യത്തിന്റെ ഭരണമാകട്ടെ, സംസ്ഥാനത്തിന്റെ ഭരണമാകട്ടെ, നഗരത്തിന്റെ ഭരണമാകട്ടെ, മുനിസിപ്പാലിറ്റിയുടെ ഭരണമാകട്ടെ, പഞ്ചായത്തിന്റെ ഭരണമാകട്ടെ, കേവലം ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഭരണമാകട്ടെ, സംവരണത്തിന്റെ മറവിൽ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലും കഴിവുറ്റ വ്യക്തികൾ അവിടെ ഉണ്ടെങ്കിലും സംവരണം എന്നുള്ള ആനുകൂല്യം കിട്ടിയ വ്യക്തി ജയിച്ചു പോകുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ പ്രായം ഒരു ഘടകമായി എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. എത്ര നാൾ നമുക്ക് ചിന്തിച്ച് ഒരു വാക്കിലൂടെ ആ സന്യസ്ത സഭയെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയെ അല്ലെങ്കിൽ ആ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുമോ? അത്രയും കാലത്തോളം പ്രായം എന്നുള്ളത് ഒരു ന്യൂനതയായി കണക്കാക്കരുത്. പല പ്രായങ്ങൾ കണക്കാക്കാറുണ്ട്. ചില കാര്യത്തിന് 75 വയസ്സാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ 80 വയസ്സ് കണക്കാക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ സിറ്റിസി കോൺഗ്രിഗേഷനിലെ മദർ ജനറലിനുള്ള പ്രായപരിധിയായി കണക്കാക്കപ്പെടുന്നത് 65 വയസ്സാണ്. അത് കാരണം 65 വയസ്സ് പിന്നിട്ട വളരെ പേർ, എന്റെ പരിചയത്തിലുള്ള 3-4 പേർ മദർ ജനറലാകാൻ യോഗ്യതയുള്ളവർ മദർ ജനറൽ അല്ലാതെ സാധാരണ കന്യാസ്ത്രീകളായിട്ട് ജീവിക്കുന്നുണ്ട്. അവർക്ക് യാതൊരു വിഷമവുമില്ല, നല്ല കന്യാസ്ത്രീകളായിട്ട് സന്തോഷപൂർവം ജീവിക്കുന്നു. എനിക്ക് സിറ്റിസി കോൺഗ്രിഗേഷനിലെ മുഴുവൻ കന്യാസ്ത്രീകളെയും പരിചയമില്ല. ഏകദേശം 1900 മീതി കന്യാസ്ത്രീകളുണ്ട്, 2000 സമീപത്ത് കന്യാസ്ത്രീകളുണ്ട്. എനിക്കാകെ പരിചയമുള്ളത് പണ്ടത്തെ ഝാൻസി റീജിയൻ, അതായത് ബോംബെ ഉൾപ്പെടുന്ന ഝാൻസി റീജിയൻ, പണ്ട് ബോംബെ ഉൾപ്പെടുന്നതായിരുന്നു ഝാൻസി റീജിയൻ. ആ ഝാൻസി റീജിയനിലെ കുറച്ച് സിസ്റ്റേഴ്സാണ്. ആ ഝാൻസി പ്രൊവിൻസിലെ പോലും എല്ലാ സിസ്റ്റേഴ്സിനും എനിക്ക് പരിചയമില്ല. അന്നത്തെ ബോംബെയുടെ സമീപ പ്രദേശങ്ങളിലുമുള്ള കോൺവെന്റിലോ അല്ലെങ്കിൽ ഈ ബോംബെയിലെ കോൺവെന്റിലേക്ക് ഏതെങ്കിലും കാരണത്തിൽ വിസിറ്റിനായിട്ടോ സന്ദർശനത്തിനായിട്ടോ മറ്റോ വരുന്ന സിസ്റ്റേഴ്സിനെ കണ്ട പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ചെറിയ സംഘം സിസ്റ്റേഴ്സിൽ നിന്ന് തന്നെ മദർ ജനറൽ ആകാൻ യോഗ്യതയുള്ള 3-4 പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊരിക്കലും ഇനി ആവാനും പറ്റില്ല. പ്രായപരിധി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ സംവരണം എന്ന് പറഞ്ഞ് ചിലരെ കയറ്റിക്കൊണ്ടുവരുന്നത്, 2 തരം സംവരണങ്ങളാണ് മുഖ്യമായിട്ടും ഇപ്പോൾ. സ്ത്രീ സംവരണം എന്നുള്ള പറച്ചിലിനോടൊപ്പം അതിന്റെ മറവ് പിടിച്ച് യുവജന സംവരണം പറഞ്ഞ് മറ്റൊരു വിഭാഗവും വരാൻ തുടങ്ങി. അവർക്ക് ഊർജം കിട്ടിയത് സ്ത്രീ സംവരണം എന്നുള്ള സ്ത്രീ ശാക്തീകരണവുമായി നടക്കുന്ന കുറച്ച് സ്ത്രീകളിൽ നിന്നാണ്. ഏതായാലും ഞാൻ ഇത് പറയാനുണ്ടായ കാര്യം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗുരുതര രോഗവുമായി മല്ലിട്ട 3 ഗുരുതര രോഗങ്ങൾ, അതിലൊന്ന് മരണം വരെ എത്തിയ രോഗമാണ്. ആ അവസ്ഥയിലായിരുന്ന സിസ്റ്ററിനെ, ഇനി എവരാലും അവഗണിക്കപ്പെടും എന്ന് ചിന്തിച്ച സിസ്റ്ററിനെ വീണ്ടും പ്രൊവിൻഷ്യലായി തിരഞ്ഞെടുക്കാൻ ചിലർക്ക് തോന്നലുണ്ടായെങ്കിൽ അത് ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കണം എന്റെ കണ്ണ് നനഞ്ഞു പോയത് ആ വാർത്ത അറിഞ്ഞപ്പോൾ. 2, എനിക്ക് സിസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മളെല്ലാവരും സിസ്റ്റർ മരിയല്ലയെ വിളിക്കുന്നത് സിസ്റ്റർ എന്നാണ്, സിസ്റ്റർ മരിയല്ല എന്നാണ്. നമ്മളാരും ഡോക്ടർ സിസ്റ്റർ മരിയല്ല എന്ന് വിളിക്കാറില്ല. പക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാവോ യഥാർത്ഥത്തിൽ സിസ്റ്റർ മരിയല്ല വിളിക്കപ്പെടേണ്ടത് ഡോക്ടർ സിസ്റ്റർ മരിയല്ല എന്ന്? ഡോക്ടർ എന്നുള്ള വാക്ക് കൊടുക്കേണ്ടതുണ്ട്, പക്ഷേ നമ്മൾ ആരും കേട്ടിട്ടില്ല. ഞാൻ ഇന്ന് ഡോക്ടർ എന്നുള്ള വാക്ക് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ 90% പേരും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരു ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. അത് ഒരു
സ്റ്റാറ്റസ് പോലെ പേരിനോടൊപ്പം ഒരു തരത്തിലും ചേർക്കാറില്ല. ആനുകാലികങ്ങളിൽ എഴുതുന്ന വ്യക്തിയാണ്. എവിടെയാവട്ടെ ഒരിക്കലും ഡോക്ടർ എന്നുള്ള പേര് സിസ്റ്റർ മരിയയിൽ ചേർക്കാറില്ല. അതുകൊണ്ട് ഞങ്ങൾ വിസിറ്റിംഗ് കാർഡ് അടിച്ചപ്പോൾ അതിൽ ഞങ്ങളും ചേർത്തില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ പോലും പലരും ഒരു ഡോക്ടറേറ്റ് ഉള്ള വ്യക്തിയാണ് സിസ്റ്റർ മരിയല്ല എന്ന് മനസ്സിലാക്കുന്നില്ല. ആ ഒരു താഴ്മ മനോഭാവം കാണിക്കുന്നുണ്ട്. 2, സിസ്റ്റർ മരിയല്ല ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് ഏത് വിഷയത്തിനാണെന്നുള്ളതാണ്. ഇന്ന് ഓരോരുത്തരും ഡോക്ടറേറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ റാങ്ക് വാങ്ങിക്കൂട്ടുന്നത് എന്തിനാണ്? ഇൻപുട്ടുകൾ ഉള്ളിലേക്കെല്ലാം ആവഹിക്കുന്നുണ്ട്, പക്ഷെ ഔട്ട്പുട്ടുകളൊന്നും കിട്ടുന്നില്ല, പുറത്തേക്കൊന്നും കിട്ടുന്നില്ല. കുറച്ചറിവ് കിട്ടിയത് കാണാപ്പടം പഠിച്ചറിവായി മനസ്സിൽ വെക്കുന്നു, കുറെ നാൾ ജീവിക്കുന്നു, മരിച്ചു പോകുന്നു. എന്നാൽ നേരെ തിരിച്ചു ജീവിക്കുന്ന കുറെ പേരുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എഡിസനെ ഓർക്കുക. വലിയ വിദ്യാഭ്യാസമൊന്നും എഡിസണില്ല. ഏകദേശം 2500ഓളം കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റുള്ള വ്യക്തിയാണ്. ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ, അഗ്രഗണ്യരായ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ എണ്ണപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞൻ എഡിസൺ. വലിയ വിദ്യാഭ്യാസമില്ല എന്ന് മാത്രമല്ല, കുട്ടിക്കാലത്ത് ചെറിയ മണ്ടനുമായിരുന്നു. കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ കോഴിമുട്ടയുടെ മീതെ അടയിരിക്കുന്നത് കണ്ട് എഡിസനും കുറെ മുട്ടകൾ കൊണ്ടുവന്ന് കോഴിമുട്ടകളെ വിരിയിക്കാനായി അടയിരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തി ആണ് പിൽക്കാലത്ത് 2500-ലേറെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു ശാസ്ത്രജ്ഞനായി മാറിയത്. ഞാൻ പറഞ്ഞു വന്നത്, സിസ്റ്റർ മരിയല്ല ഏത് വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്തു, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ മറവിൽ അല്ലെങ്കിൽ റാങ്ക് കിട്ടിയാലും മതി, ഞാൻ മുമ്പ് പറഞ്ഞ വാക്കുപയോഗിക്കാൻ, ഇൻപുട്ടുകൾ മാത്രം, പുറത്തേക്കൊന്നും തരാനില്ല. അങ്ങനെ ഇൻപുട്ടുകൾ മാത്രം, ഉള്ളിലേക്ക് ആവഹിക്കുന്നത് മാത്രം മായി ജീവിക്കുന്ന കുറെ പേരുണ്ട്. പുറത്തേക്ക് ഒന്നും നൽകാതെ, ഏറ്റവും കുറഞ്ഞത് അറിവായെങ്കിലും കൊടുക്കണം, കലയായെങ്കിലും കൊടുക്കണം, സാഹിത്യമായെങ്കിലും കൊടുക്കണം, എന്തെങ്കിലുമായിട്ട് ഔട്ട്പുട്ടായി കൊടുക്കാൻ സാധിക്കാതെ ജീവിച്ചു മരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ചിലരൊക്കെ ഡോക്ടറേറ്റ് എടുക്കുന്നത് സന്യസ്തരായിരിക്കുന്ന പലരും, സന്യാസിനികളായിരിക്കുന്ന പലരും ഡോക്ടറേറ്റ് എടുക്കുന്നത് ഒരു ആത്മീയതയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ, വേറെ ഏതെങ്കിലും മൃഗങ്ങളുടെ റെറ്റിനയെക്കുറിച്ചോ അല്ലെങ്കിൽ ബാഹ്യാകാശത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന മുതലായ വിഷയങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മത്സ്യങ്ങളെക്കുറിച്ചോ മത്സ്യങ്ങളുടെ പ്രജനനത്തെക്കുറിച്ചോ ഒക്കെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുക്കാൻ പാടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. നാം ആത്മീയതയ്ക്ക് വേണ്ടിയാണ് സന്യാസിനിയായത്. നാം സന്യാസിനിയായത് എന്തിനാണ്? ക്രൈസ്തവ സഭയിൽ ആത്മീയതയിൽ ജീവിക്കാനും നിരവധി പേരെ യേശുവിലേക്ക് അടുപ്പിക്കാനും നിരവധി ദരിദ്രര് സേവനം ചെയ്യാൻ വേണ്ടിയുമാണ് ആയത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ലേ നമുക്കും അറിവുണ്ടാവേണ്ടത്. മറ്റൊരു വിഷയമെടുത്ത് നാം ചെയ്തു കഴിഞ്ഞാൽ സാധാരണ സ്ത്രീ ശാക്തീകരണവുമായി പറഞ്ഞു നടക്കുന്ന സ്ത്രീകളെ പോലെ അവർ വാർത്തയാവാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ, വാർത്ത കിട്ടാൻ വേണ്ടി ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു, ചില ജോലികൾ ചെയ്യുന്നു, ചില സാധനങ്ങൾ ഓടിക്കുന്നു, വാർത്ത കിട്ടാൻ വേണ്ടി. ആ സ്ത്രീകളെ പോലെ ആവരുത്. ഞാൻ പറഞ്ഞു വന്നത്, വാർത്തയ്ക്ക് വേണ്ടി നിശ്ചിത ജോലി ചെയ്യുന്നവരുണ്ട്, വാർത്ത കിട്ടാൻ വേണ്ടി. ചില കൂലിപ്പണി ചെയ്താലും ഒരു വാർത്തയുമല്ല.
കൂലിപ്പണി ചെയ്യുന്ന എത്രയോ നല്ല സ്ത്രീകളുണ്ട്. നമ്മളൊന്നും അവരെ വാർത്തയിൽ പെടുത്തുന്നില്ല. എനിക്കെന്നും ആദരവാണ്. ഒരു വാർത്തയ്ക്ക് വേണ്ടി നിൽക്കാതെ സ്വഭവനത്തിന് വേണ്ടി ജീവിക്കുന്ന നിരവധി സ്ത്രീകൾ, കൂലിപ്പണിക്കാരായിട്ടും പാചകത്തിനായിട്ടും അഹോരാത്രം കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുന്ന സ്ത്രീകൾ, ചവറുവണ്ടി ഉന്തിക്കൊണ്ടുപോകുന്ന സ്ത്രീകൾ, ആശുപത്രികളിലും മറ്റ് സ്ഥലങ്ങളിലും മുറ്റവും പരിസര പ്രദേശങ്ങളും ടോയ്ലറ്റും ഒക്കെ കഴുകുന്നവർ, അവരുടെ ഒന്നും വാർത്ത വരില്ല. അവർ വാർത്തയ്ക്ക് വേണ്ടിയല്ല ഇപ്രകാരമുള്ള ജോലിക്ക് പോയത്. അവർ പോയത് കുടുംബം നോക്കാൻ തന്നെയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നാം ഡോക്ടറേറ്റ് എടുക്കുമ്പോൾ അതും പ്രയോജനമുള്ളതായിരിക്കണം. സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ പത്രത്തിൽ ഫോട്ടോ വരുത്താൻ വേണ്ടിയോ മറ്റുള്ളവരുടെ മുന്നിൽ ഏതെങ്കിലും തരത്തിൽ വലിയ ആളാകാൻ വേണ്ടിയോ ആവരുത്. ചില സന്യാസിനികളെങ്കിലും അപ്രകാരം ആത്മീയതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഡോക്ടറേറ്റുകൾ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നൊരു ചൊല്ലുണ്ട്, അല്ലെങ്കിൽ കയ്യൂക്കുള്ളവൾ കാര്യക്കാരി. അപ്പൊ അങ്ങനെയുള്ളവരെയാണോ നാം നേതൃപദവിയിലേക്ക് കൊണ്ടുവരേണ്ടത്? അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാൻ അറിയുന്നവർ, ബുള്ളറ്റ് ഓടിക്കാൻ അറിയുന്നവർ, അവരെയാണോ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടത്? അവർക്ക് നേതൃത്വം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അത് കണ്ടുകൊണ്ട് ഈ വ്യക്തി മികച്ചതാണെന്ന് ചിന്തിക്കുന്ന തരത്തിൽ ചില സഭകളെങ്കിലും മാറുന്നുണ്ട്. അത് ആ സഭയുടെ പതനത്തിനെ ഇടവരുത്തും. ഏത് കോൺഗ്രിഗേഷൻ എടുത്താലും ആ കോൺഗ്രിഗേഷന്റെ തലപ്പത്തുള്ള വ്യക്തി വിശുദ്ധയായോ വിശുദ്ധനായോ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളവളാണ്. അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവനായോ വാഴ്ത്തപ്പെട്ടവളായോ. ഞാൻ മുൻകാലങ്ങളിലെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഉദാഹരണം മദർ തെരേസ ഒരു കോൺഗ്രിഗേഷന്റെ, ഒരു സഭയുടെ തലപ്പത്തുണ്ടായ വ്യക്തിയാണ്. മദർ ജനറൽ എന്ന് പറയുന്നത് പോലുള്ള ഒരു പോസ്റ്റിലുണ്ടായിരുന്ന വ്യക്തിയാണ്. ഡോൺ ബോസ്കോ ഒരു കോൺഗ്രിഗേഷന്റെ, സഭയുടെ തലപ്പത്തുണ്ടായിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒട്ടുമിക്കവാറും കോൺഗ്രിഗേഷന്റെ തലപ്പത്തുണ്ടായിരുന്നവർ വിശുദ്ധരായോ ധന്യപദവിയിലോ വാഴ്ത്തപ്പെട്ടവർന്ന പദവിയിലോ എത്തിയിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ നാളെ എത്താനുള്ളവരാണ്. അത്ര വിശുദ്ധി നിറഞ്ഞവരാണ്. പക്ഷെ സ്ത്രീ ശാക്തീകരണത്തിന്റെ മറവിൽ ഇന്ന് ചിലരെത്തുന്നത് വിശുദ്ധി കൊണ്ടാണോ, അതോ ചില വാഹനങ്ങൾ ഓടിക്കാനുള്ള കഴിവ് കൊണ്ടാണോ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അല്ലെങ്കിൽ കയ്യൂക്കുള്ളവൾ കാര്യക്കാരി എന്ന നിലയിലാണോ, ആജ്ഞാശക്തി കൊണ്ടാണോ, ഇല്ലാത്ത വിഷയത്ത്, ആത്മീയതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയത്തിൽ ആത്മീയതയുമായി ബന്ധപ്പെട്ട എത്രയോ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് എടുക്കാം. ബൈബിൾ സംബന്ധമായി തന്നെ എത്രയോ വിഷയങ്ങൾ, കാനൂൺ നിയമങ്ങൾ സംബന്ധമായി എത്രയോ വിഷയങ്ങൾ, ദാരിദ്ര്യ സേവനവുമായി ബന്ധപ്പെട്ട എത്രയോ വിഷയങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, സിസ്റ്റർ മരിയല്ലയ്ക്ക് ഒരു ഡോക്ടറേറ്റ് ഉണ്ടെന്നും ആ ഡോക്ടറേറ്റ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എടുത്ത ഡോക്ടറേറ്റ് അല്ലെന്നും സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറേറ്റ് ആണെന്നും പറയാൻ വേണ്ടി മാത്രമാണ്. ഞാൻ നിർത്തുകയാണ്. എന്റെ മുഖ്യമായ കടമ സ്വാഗതമാണ്. മറ്റൊരവസരം എനിക്ക് ഇല്ലാത്തൊരു കാരണം സിസ്റ്റർ മരിയയെ കുറിച്ച് കുറച്ച് പറഞ്ഞു എന്ന് മാത്രം. ഇന്നത്തെ നമ്മുടെ വേദിയിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ഡോൺ ബോസ്കോ യൂത്ത് സെന്ററിന്റെ റെക്ടർ ഫാദർ ഷിബുവാണ്. ആ മഹനീയ സാന്നിധ്യത്തിന് സ്വാഗതമോതുന്നു. മുഖ്യ അതിഥിയായി വേദിയിലുള്ളത് ബിഷപ്പ് പീറ്ററാണ്. ബിഷപ്പ് എമിരിറ്റസ് പീറ്റർ പിതാവാണ്. അദ്ദേഹം എറണാകുളത്തെയോ വരാപ്പുഴ അതിരൂപതയിലെയോ അല്ലെങ്കിൽ സമീപ പ്രദേശത്തെയോ ബിഷപ്പല്ല,
അനധിവിദൂരതയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ ഒരു രൂപതയിൽ നിന്നുമുള്ള മുൻ ബിഷപ്പാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. പല ഫംഗ്ഷനുകളും ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടും ഒരു ബിഷപ്പിന്റെ സാന്നിധ്യം ആദ്യമായിട്ട്. വർഷങ്ങളായി ഞങ്ങളുടെ കുടുംബത്തിൽ പല ചടങ്ങുകൾ നടന്നിട്ടും ഒരു ബിഷപ്പിന്റെ സാന്നിധ്യം. ഈ ബിഷപ്പിനെ ആദ്യമേ ക്ഷണിക്കുന്നത് ജോഷിയാണ്. ഫോണിലൂടെ ക്ഷണിക്കുന്ന മാത്രയിൽ തന്നെ ജോഷി പറയുകയും ചെയ്തു, വരാനുള്ള എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം, ഫ്ലൈറ്റ് ടിക്കറ്റോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം അറേഞ്ച് ചെയ്ത് തരാം. ഉത്തരം, എനിക്ക് ഒന്നും വേണ്ട, അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട, ഞാൻ അവിടെ എത്തിക്കൊള്ളാം. മാത്രവുമല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് സൗമ്യതയുടെ സംഭാഷണം നടത്തുന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സിസ്റ്റർ മരിയല്ലയിലൂടെ എനിക്കറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ, ആ മഹനീയ സാന്നിധ്യത്തിന് ഞാൻ സ്വാഗതമോതുന്നു. അതോടൊപ്പം ഇന്നത്തെ മീറ്റിംഗ് ധന്യമാക്കുന്നത് മേയർ, ആരാധ്യനായ മേയർ നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ടാണ്. അദ്ദേഹം ഇതിനു മുമ്പും നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്മച്ചി മരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ആശ്വസിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. ആ മഹനീയ സാന്നിധ്യം വീണ്ടും ഞങ്ങളുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് വലിയൊരു കാര്യമായി തോന്നുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ചടങ്ങിൽ ആദ്യമായിട്ടാണ് ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ചടങ്ങിൽ ആദ്യമായിട്ട് തന്നെയാണ് ഒരു മേയറിന്റെ സാന്നിധ്യവും. അദ്ദേഹത്തിന് നന്ദിയുള്ള മനസ്സോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ സ്വാഗതമോതുന്നു. അതോടൊപ്പം ഒരു പക്ഷേ ആദ്യം സ്വാഗതമോദേണ്ടത് സിസ്റ്റർ മരിയല്ലേക്കായിരിക്കാം. പക്ഷെ ആങ്ങള സ്വാഗതമോതുകയാണ് സിസ്റ്റർ മരിയക്കലിലേക്ക്. അതുകൊണ്ട് തന്നെ ഒരു പരിഭവവും ഉണ്ടാവുകയില്ലെന്നും എനിക്കറിയാം. ഇന്നത്തെ ഈ ജൂബിലിക്ക് കാരണക്കാരിയായിരിക്കുന്നത്, ഇന്നത്തെ ഈ ഫംഗ്ഷന് കാരണക്കാരിയായിരിക്കുന്നത് സിസ്റ്റർ മരിയല്ലയാണ്. സിസ്റ്റർ മരിയല്ലയെയും സിസ്റ്റർ മരിയല്ലയ്ക്ക് സമീപത്തിരിക്കുന്ന ഇന്നത്തെ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന അംഗം, ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയെ, 40 പേരുള്ള ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയെ മുന്നോട്ട് നയിക്കുന്ന ഷീലച്ചേച്ചിയുടെ ഭർത്താവായ, എന്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ഭർത്താവായ ദേവസി അളിയനെ സ്വാഗതമോതുകയാണ്. അദ്ദേഹമായിരുന്നു 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡെസി ചേച്ചിയുടെ ഒന്നാമത്തെ സിസ്റ്ററായതിന്റെ ദിനം ഗംഭീരമായി ആഘോഷിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത്. അന്ന് നേതൃത്വം കൊടുത്ത പലരും ഇന്നില്ല. അത് ഞാൻ ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട് തുടക്കത്തിൽ. അപ്പച്ചനില്ല. ഏറ്റവും മുഖ്യ നേതൃത്വം കൊടുത്ത അപ്പച്ചനാണ്, അപ്പച്ചനില്ല. തൊട്ട് താഴെ നേതൃത്വം കൊടുത്തത് അമ്മച്ചിയാണ്, അമ്മച്ചി ഇന്നില്ല. തൊട്ട് താഴെ നേതൃത്വം കൊടുത്തത് ഏറ്റവും മൂത്ത ചേച്ചിയായ ലില്ലി ചേച്ചിയാണ്, ലില്ലി ചേച്ചിയുടെ ഭർത്താവാണ്. അവർ രണ്ടുപേരൊന്നില്ല. അതിന് തൊട്ട് താഴെ നേതൃത്വം കൊടുത്തത് ഷീല ചേച്ചിയാണ്, ഷീല ചേച്ചിയില്ല. ഒരു അംഗം കൂടി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മറഞ്ഞു പോയിട്ടുണ്ട്. ആ കുഞ്ഞിനെ കൂടി ഓർക്കുന്നു. 33-ാം വയസ്സിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും രോഗം തട്ടിയെടുത്ത മിഥുനെയും ഓർമ്മിക്കുന്നു. ആ 6 പേരില്ലാതെയാണ് ഞങ്ങൾ ഈ ജൂബിലി അർപ്പിക്കുന്നതെങ്കിലും അവരെല്ലാം സ്മരിച്ചുകൊണ്ടുള്ള ഒരു ദിവ്യബലിക്ക് ശേഷമാണ്, അത് ഇന്നലെയാണ് നടന്നത്, ദിവ്യബലിക്ക് ശേഷമാണ് ഞങ്ങൾ ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥന ഞങ്ങളുടെ ഈ ചടങ്ങ് നടക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള വിശ്വാസവും ഞങ്ങളോടൊപ്പമുണ്ട്. സ്വാഗതത്തിന്റെ അതുകൊണ്ട് തന്നെ ഈ വേദിയിലേക്ക്
ഇന്നത്തെ കാരണവരായി ഞങ്ങളുടെ കുടുംബത്തിലുള്ള ദേവസി അളിയനെയും തൊട്ടുപുറത്തിരിക്കുന്ന ഷേളി ചേച്ചി, എൻ്റെ നേരെ മൂത്ത ചേച്ചി, സിസ്റ്റർ മരിയയുടെ നേരെ ഇളയ അനിയത്തി, ഒരുപക്ഷെ ഈ ചടങ്ങുകൾ നടത്തുന്ന 3 പേരിലെ തലമുതിർന്ന അംഗമെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. 4 പേര് ഞങ്ങൾ അവിശ്വസിക്കുന്നുള്ളൂ. 6 പേരിൽ 2 പേര് യാത്ര പോയത് പറഞ്ഞല്ലോ. അപ്പോ സിസ്റ്റർ മരിയല്ല കഴിഞ്ഞാൽ ഈ ചടങ്ങ് നടത്താൻ മുന്നിൽ നിൽക്കുന്ന പ്രധാന വ്യക്തി ആരാണ്? അത് ഷേളി ചേച്ചിയാണ്. ഷേളി ചേച്ചിയെയും സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും വലിയ സ്വാഗതം ഞാൻ ഓതുന്നത് ഞാൻ നോക്കുമ്പോൾ കാണുന്ന നല്ലവരായ ഞങ്ങളുടെ ബന്ധുമിത്രാദികളോടാണ്, നല്ലവരായ ഞങ്ങളുടെ സ്നേഹിതരോടാണ്, നല്ലവരായ ഞങ്ങളുടെ അയൽവാസികളോടാണ്, നല്ലവരായ നിങ്ങളെ അവരോടുമാണ്. കാരണം നിങ്ങളുടെ സാന്നിധ്യമില്ലെങ്കിൽ ഈ ആഹ്ലാദത്തിന് എന്ത് അർത്ഥം? എവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈശ്വംശിയായി സ്തുതിയായിരിക്കട്ടെ.